നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നമ്മുടെ ടെറസ് ക്ലീനിങ്ങും അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറി നടലും മുമ്പ് നട്ട പച്ചക്കറിയുടെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ ഇതിലൂടെ അറിയിക്കുന്നത് കേട്ടോ. ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല, ഇതേ നമ്മുടെ ആൻവിക്കുട്ടിയും ദിയമോളും കുഞ്ഞാമ്മയും എല്ലാവരും ഉണ്ട് കേട്ടോ. കുഞ്ഞാമ്മയുടെ അനിയത്തിക്കുട്ടി എല്ലാവരും ഉണ്ട് നമ്മുടെ വീഡിയോക്കകത്ത്. എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രണ്ടാൾക്കാരാണ് കേട്ടോ. ഞാൻ ടെറസൊക്കെ അങ്ങ് അടിച്ച് വാരി ഇതേ അപ്പുറത്തെ വളപ്പിലുള്ള പ്ലാവൊക്കെ അങ്ങ് കയറി വന്നിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇലകളൊക്കെ കരിയിലകളൊക്കെ നല്ല വളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. തന്നെ മുമ്പ് നട്ടേക്കുന്ന വീഡിയോക്കകത്തുനിന്ന് കണ്ടിട്ടുണ്ടാവും. നമ്മുടെ വിത്ത് ഇട്ടത് അതിനകത്ത് ആകെ മുളച്ചിട്ടുള്ള ഈ വെള്ളരിക്കയും അതുപോലെ തന്നെ നരമ്പനും മാത്രമാണ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചാക്കുകൾ എടുത്തിട്ട് അതിനകത്തോട്ട് നമ്മുടെ ഈ ടെറസിൻ്റെ മുകളിലുള്ള മണ്ണും അതുപോലെ തന്നെ കരിയിലകളും എല്ലാം കൂടെ അതിനകത്തോട്ട് ഇട്ടിട്ടാണ് നമ്മൾ വൃത്തിയാക്കുന്നത്. അപ്പം ഇത്രയും നാളും ഇട്ട വിത്തിനകത്ത് ആകെ മുളച്ചിട്ടില്ല ഈ രണ്ട് സാധനത്തിൻ്റെ ഇടയിലൊക്കെ ഒരുപാട് എന്താ പറയണ്ട പുല്ലൊക്കെ മുളച്ച് വന്നിട്ടുണ്ട്. അതൊക്കെ നമ്മൾ വേസ്റ്റൊക്കെ പറിച്ച് കളയുവാണ്. ഇതിനകത്ത് ശരിക്കും നമ്മൾ അന്നന്ന് നന്നാക്കിയെടുക്കുന്ന മീനിൻ്റെ വേസ്റ്റും അതുപോലെ തന്നെ പച്ചക്കറിയുടെ വേസ്റ്റും ഒക്കെയാണ് ഞാൻ ഇതിനകത്ത് കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത്. അതുപോലെ തന്നെ നല്ല വളമാണ് കേട്ടോ അത്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ നരമ്പനൊക്കെ ഇത്ര പെട്ടെന്ന് മുളച്ച് വന്നേക്കണേ. പിന്നെയുള്ള വേസ്റ്റ് ഇട്ടേക്കുന്ന ചാക്കിനകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കപ്പയാണ് നട്ടു കൊടുത്തിട്ടുള്ളത്. മുമ്പത്തെ എൻ്റെ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. കപ്പയൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് നന്നായിട്ട് കിട്ടുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ആവശ്യത്തിന്, നമ്മുടെ വീട്ടിലുള്ള ആവശ്യത്തിനൊക്കെ കപ്പയൊക്കെ കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ പെയിൻറ്റിൻ്റെ ബക്കറ്റിനകത്ത് പിന്നെ മുളച്ചിട്ടുള്ള സാധനം നരമ്പൻ തന്നെയാണ് കേട്ടോ. ഒരു 4 ഏകദേശം മുളച്ച് വന്നിട്ടുണ്ട്. ദെൻ കുഞ്ഞാമ്മയുടെ അനിയത്തിക്കുട്ടിയൊക്കെ ഇതേ കണ്ട അവളെല്ലാം കണ്ട് പഠിക്കുകയാണ്. ഓരോന്നോരോന്ന് കാര്യത്തിനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം പോകുന്നില്ല, ആ പെയിൻറ്റിൻ്റെ ബക്കറ്റിനകത്തും തീരെ വെള്ളം പോകുന്നില്ല. അതുകൊണ്ട് ഞാൻ ഹോളൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനകത്ത്. എന്നുവെച്ചാൽ കൊണ്ടുവന്ന് നട്ട സാധനങ്ങളൊക്കെ ചീഞ്ഞ് പോയ ആ ഒരു അവസ്ഥയിലാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ മുകളിൽ പിന്നെയും മണ്ണൊക്കെ കൊണ്ടിട്ട് നല്ല സെറ്റാക്കി. ഇതൊക്കെ കണ്ടോ, എൻ്റെ മെയിൻ വളം എന്ന് പറയുന്നത് മുട്ടത്തോടൊക്കെയാണ് കേട്ടോ. പച്ചക്കറിയുടെ വേസ്റ്റിൻ്റെ കൂട്ടത്തിൽ മെയിനായിട്ട് ഇടുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുട്ടത്തോടൊക്കെയാണ്. അതിനകത്ത് ഒരു 5-6 മുട്ടത്തോട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെൻഗിനൊക്കെ ഉണ്ടാക്കി സ്കൂളിലൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് മിക്കവാറും എന്തെങ്കിലും വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. എന്നിട്ട് അതൊക്കെ എടുത്ത് ദിയമോള് പറയുന്നുണ്ടാവും നമുക്ക് സ്കൂളിൽ കൊണ്ടുപോകാൻ അതിൻ്റെ ഇടണ്ടെന്ന്. അതുകൊണ്ട് അതൊക്കെ അങ്ങ് മാറ്റി വെച്ചു കേട്ടോ. പിന്നെയുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോവക്കവള്ളിയാണ് കേട്ടോ. എൻ്റെ കോവക്കവള്ളിയുടെ വിശേഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം എല്ലാ വീഡിയോസിനകത്തും ടെറസിൻ്റെ മുകളിൽ കയറി കഴിഞ്ഞാൽ എൻ്റെ കോവക്കവള്ളി ഞാൻ കാണിക്കാറുണ്ടായിരുന്നേ. അപ്പോൾ ഏകദേശം ഒരാഴ്ച അടുത്തായി ഞാനിത് പറിച്ചെടുത്തിട്ടൊക്കെ. അപ്പോൾ ഒത്തിരി കോവയ്ക്ക് ഇനിയും ഉണ്ട് അതിനകത്ത് പറിച്ചെടുക്കാനായിട്ട്. അതുപോലെ തന്നെ ടെറസ് ക്ലീൻ ചെയ്തത് ഞാൻ കാണിക്കുന്നത് ഇനിയുണ്ട് കുറച്ച് വേസ്റ്റൊക്കെ കേട്ടോ. അതൊക്കെ പറിച്ചെടുത്ത് മഴ വരുന്നതിന് മുമ്പേ നമ്മൾ ടെറസ് ക്ലീൻ ചെയ്യണം. ദിയമോക്കാണെങ്കിൽ ദാഹിച്ച് വെള്ളമൊക്കെ കുടിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ എടുത്തോണ്ടുന്ന വെള്ളമൊക്കെ തീർന്നു പോയേ. അപ്പോൾ അവർ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണമെന്ന് രണ്ടുപേരും കൂടെ പറയാനുണ്ട് കേട്ടോ. അവിടുന്ന് കുട്ടിയും പറയുന്നതൊക്കെയാണ് നമ്മുടെ വീഡിയോയുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ സബ്സ്ക്രൈബും ചെയ്യണം, ഷെയറും ചെയ്യണം, അതൊക്കെയാണ് പറയുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എല്ലാവർക്കും പറയാനുള്ള വീഡിയോ ഇടുന്നത് നമ്മുടെ ആദ്യം പറയുന്നതാണ്. തോട്ടം ഇഷ്ടപ്പെട്ടിട്ടാണ് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എന്നിട്ട് അവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, നമ്മൾ സപ്പോർട്ട് ചെയ്ത് 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ വിശേഷങ്ങളും ഒക്കെ പങ്കുവെക്കാൻ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഞാനിത് പറഞ്ഞു അറിയാമല്ലോ അത്രയും ഉണ്ട്. ടെറസ് തന്നെയാണ് എനിക്ക് പറയാനുള്ള വീഡിയോയിൽ. ഇത്രയും ചാക്കിലൊക്കെ ഫൈനലി വരുന്ന കാര്യം എന്ന് വെച്ചാൽ ചാക്കിനകത്ത് നിറച്ചതൊക്കെ എടുത്തിട്ടില്ല, പഴയ ചാക്കിലുണ്ടായിരുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ. ശരിക്കും വേസ്റ്റ് നല്ല മണ്ണാട്ടോ, നല്ല വേസ്റ്റാണ് അത്. ശരിക്കും വെള്ളം പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതൊക്കെ ഉള്ള മണ്ണാണ്. ഇത്രയൊക്കെ നീറ്റായിട്ടുണ്ട്. മഴ വരുമ്പോഴത്തേനും നമുക്ക് ഗ്രോ ബാഗ് അല്ലെങ്കിൽ കൃത്യമായിട്ട് കൊണ്ട് ടെറസിൽ ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് നമ്മൾ. ഈ അപ്പോൾ ടെറസിൻ്റെ മുകളിലുള്ള ലൈക്കുകളൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് പറയാനുള്ളത്. അതുപോലെ തന്നെ ഷെയർ ചെയ്യണം. എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. 2K സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട്. എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. താങ്ക് യു.